നമസ്കാരം. ലാലു പ്രസാദ് യാദവ് ഗോപാൽഗഞ്ച് ടു റൈസ് എന്ന തൻ്റെ ആത്മകഥാ പുസ്തകത്തിൽ ബീഹാറിലേക്കുള്ള RSSൻ്റെയും BJPയുടെയും കടന്നുവരവിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് കേട്ടോ. 2005 ബീഹാറിൽ മുഖ്യമന്ത്രിയായി നിതീഷ് ചുമതലയേൽക്കുന്നതിന് മുൻപ് RSSന് കാര്യമായി സ്വാധീനം ബീഹാറിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ 2005 മുതൽ 2013 വരെയുള്ള കാലത്ത് RSS വേരോട്ടം ഉറപ്പിക്കുമ്പോൾ നിതീഷ് നിശബ്ദനായി നോക്കി നിന്നു. നിതീഷിൻ്റെ ഭരണകാലത്ത് വളരുകയും പുരോഗതി നേടുകയും ചെയ്ത ഏക സംരംഭം എന്ന് പറയപ്പെടുന്നത് RSS ആണ് എന്നുള്ളതാണ്. രഥയാത്രാ കാലത്ത് അദ്വാനിയെ അറസ്റ്റ് ചെയ്തതുൾപ്പെടെയുള്ള നടപടികളിലൂടെ തൻ്റെ ഭരണകാലത്ത് BJPയുടെ ബീഹാർ പ്രവേശനം തടഞ്ഞു നിർത്തിയിരുന്നുവെന്ന് വിശദീകരിച്ച ശേഷമാണ് ലാലു നിതീഷിലേക്ക് വിരൽ ചൂണ്ടിയത് എന്നുള്ളതാണ്. 1994 മുതൽ NDAയുടെ ഭാഗമായിരുന്ന നിതീഷിൻ്റെ ചുമലിലേറിയാണ് ബീഹാറിലേക്ക് BJP കടന്നു വന്നത് എന്നുള്ള ചരിത്രമാണ് ലാലു പ്രസാദ് യാദവ് പറയുന്നത്. 1994 സമതാ പാർട്ടി ഘട്ടത്തിലും 2003 മുതലുള്ള JDU കാലത്തും BJPക്ക് ബീഹാറിൽ വളക്കൂറുള്ള മണ്ണൊരുക്കിയത് നിതീഷ് കുമാറാണ്. സോഷ്യലിസ്റ്റ് ധാരയുടെ നേതാവായിരുന്ന ജോർജ് ഫെർണാണ്ടസും ഈ ചങ്ങാത്തത്തിലൂടെ NDAയുടെ പാളയത്തിലെത്തിയത് ചരിത്രം. സഖ്യത്തിൻ്റെ കൺവീനറായതും ചരിത്രം. 94 മുതൽ നിതീഷ് പല ഘട്ടങ്ങളിലായി NDAയുടെ ഭാഗമായി ആദ്യം വാജ്പേയി സർക്കാരിൽ റെയിൽവേ മന്ത്രി ആയതോടെ ദേശീയ തലത്തിൽ ബന്ധം ദൃഢമാകുന്നു. 2005 മുതൽ ബീഹാർ സംസ്ഥാന രാഷ്ട്രീയത്തിലും സഖ്യം ശക്തമായി. ഈ കാലഘട്ടം മുതലാണ് ബീഹാറിൽ സംഘപരിവാർ ശക്തികളുടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് അടിത്തറ ഒരുങ്ങിയത് എന്നുള്ളതാണ് വസ്തുത. BJPക്ക് കാലുറപ്പിക്കുവാൻ വാതിൽ തുറന്നു കൊടുത്ത നിതീഷിനെ 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഞെരുക്കുന്നതാണ് സമീപകാല ബീഹാർ രാഷ്ട്രീയം കണ്ട ദൃശ്യങ്ങളിൽ ഒന്ന് എന്ന് പറയപ്പെടുന്നത്. ജനങ്ങൾക്ക് ഇടയിൽ ഉയർന്ന സംസ്ഥാന ഭരണവിരുദ്ധ വികാരത്തെ നിതീഷിലേക്ക് തന്ത്രപരമായി തിരിച്ചുവിട്ട് തിരഞ്ഞെടുപ്പ് കളത്തിൽ ഒറ്റപ്പെടുത്തി JDUവിനേക്കാൾ കൂടുതൽ സീറ്റ് BJP സ്വന്തമാക്കുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് BJPക്കുള്ളിൽ നിന്ന് ആസൂത്രിത അവകാശവാദങ്ങൾ ഉയർന്നു. ഒടുവിൽ മുതിർന്ന നേതാവ് തന്നെ മുഖ്യമന്ത്രിയാകട്ടെ എന്ന BJPയുടെ ഔദാര്യത്തിൽ നിതീഷ് മുഖ്യമന്ത്രിയായി ഒതുങ്ങി എന്നുള്ളതാണ്. BJP രാഷ്ട്രീയത്തിൽ ബീഹാർ മാതൃക എന്ന് അറിയപ്പെടുന്ന ഈ കരുനീക്കങ്ങളാണ് പിന്നീട് മറ്റു പല സഖ്യകക്ഷികൾക്ക് മേലും BJP പ്രയോഗിക്കുന്നത് നമ്മൾ കണ്ടത്. നേതൃശൂന്യതയെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. BJPക്ക് സ്വന്തമായി ഒരു ജനസമ്മത നേതാവില്ലാത്തതും NDA സഖ്യത്തിന് നിതീഷല്ലാതെ മറ്റൊരു പരിചിത മുഖമില്ലാത്തതുമാണ് ബീഹാറിൽ BJP അന്നും ഇന്നും നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയപ്പെടുന്നത്. അതിനാൽ നിതീഷിനെ മുൻനിർത്തിയാണ് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. നിതീഷിനെ തന്നെ മുന്നിൽ നിർത്തി 2020 നിയമസഭാ തിരഞ്ഞെടുപ്പ് നേരിടാനും NDA തീരുമാനിച്ചിരുന്നു. ഇനി ഈ പ്രചരണം എന്ന് പറയപ്പെടുന്നത് മോദി നയിക്കുക, നിതീഷ് നായകത്വം വഹിക്കുക എന്നതായിരുന്നു പുറമേക്ക് പറഞ്ഞ ഫോർമുല എന്ന് പറയപ്പെടുന്നത്. എന്നാൽ പടക്കളത്തിൽ ചതിക്കരുക്കൾ ഒരുങ്ങുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യത്തിലാണ് നിതീഷും JDUവും വരെ തിരിച്ചറിഞ്ഞത് എന്നുള്ളതാണ്. കാരണം നിതീഷ് ഒറ്റപ്പെട്ടു. JDUവിൻ്റെ വോട്ട് പുലർത്താൻ BJP ചിരാഗ് പസ്വാനെ കളത്തിലിറക്കുന്നു. നീക്കങ്ങൾ നിതീഷ് തിരിച്ചറിഞ്ഞപ്പോഴത്തേക്കും വൈകിപ്പോയിരുന്നു. കാര്യങ്ങൾ കൈവിട്ടുപോയി. തിരഞ്ഞെടുപ്പിൽ 74 സീറ്റ് നേടി BJP മേധാവിത്വം അറിയിച്ചപ്പോൾ JDU 43 സീറ്റിലേക്ക് ചുരുങ്ങുന്നു. JDU മാത്രമല്ല, ഇണങ്ങിയും പിണങ്ങിയും ബീഹാറിൽ BJPയുടെ ധൃതരാഷ്ട്രാലിംഗനത്തിന് വിധേയമായിട്ടുള്ള ചെറു പാർട്ടികൾ എന്ന് പറയപ്പെടുന്നത് മറ്റ് അനവധിയുണ്ട്. വേറെയുമുണ്ട് അത്തരത്തിൽ. ഉപേന്ദ്ര കുശ്വാഹയുടെ പാർട്ടി, ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ ആവാം മോർച്ച, മുകേഷ് സാഹ്നിയുടെ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി തുടങ്ങിയവയൊക്കെ BJPയുടെ വഴിയൊരുക്കിയവയാണ് എന്ന് പറയേണ്ടി വരും. ഇടവേളയ്ക്ക് ശേഷം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നിതീഷിനെയും ഈ ചെറു പാർട്ടികളെയും ഒപ്പം നിർത്തി BJP കാട്ടിയ സാമർഥ്യം പതിവ് തന്ത്രങ്ങളുടെ തുടർച്ചയായി മാറി. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഫലം പുറത്തു വന്നു കഴിഞ്ഞാൽ നിതീഷിൻ്റെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുക BJP ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം നിതീഷ് ആ കൂടാരത്തിൽ എത്തപ്പെട്ടു പോയിരിക്കുന്നു. നിതീഷിൻ്റെ അപ്രമാദിത്വമൊക്കെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ബീഹാറിൽ നിന്ന് പുറത്തേക്കുള്ള ലോകത്തേക്ക് എത്തുന്നതിനുമുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ നിതീഷ് കുമാർ സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഡൽഹിയിൽ അദ്ദേഹത്തിന് അവിടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് നടന്നെടുക്കണമെന്നുള്ള സ്വപ്നത്തിൻ്റെ പുറത്തു തന്നെയാണ് ബീഹാറിൽ മാറി മാറി കളിച്ച് രാഷ്ട്രീയം കളിക്കുന്ന നേതാവായി ഈ നിതീഷ് കുമാർ മാറുന്നതും. പക്ഷേ ഇനി
ഇനി അങ്ങോട്ട് ഒരടി വെക്കണമെങ്കിൽ ബി ജെ പിയുടെ RSSൻ്റെയൊക്കെ അവർ പറയുന്നതിനനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുമാത്രമല്ല RSSൻ്റെയും ബി ജെ പിയുടെയും വാക്കുകൾ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുവാനും ഈ നിതീഷ് കുമാറിന് കഴിയില്ല എന്നിടത്ത് ഈ കുരുക്ക് മുറുകുകയാണ് എന്ന് പറയേണ്ടി വരും. നിതീഷ് കുമാർ ജയിലിലകപ്പെട്ടവനെ പോലെ അല്ലെങ്കിൽ 4 ചുമരുകൾക്കുള്ളിൽ വിധിക്കപ്പെട്ടവനെ പോലെയാകുകയാണ് BJPക്കുള്ളിൽ.